ഗൈസ് അങ്ങനെ നമ്മുടെ ഏതോ ജന്മ കൽപ്പനയിൽ സച്ചി വന്നെത്തിയിരിക്കുകയാണ്. അതും ഇവരുടെ ആ ഒരു കോൺട്രാക്ട് ബേസ് കല്യാണമാണെന്ന് നമ്മുടെ പ്രീതിയും എൻകെയും അറിഞ്ഞല്ലോ. അപ്പൊ ഇതിന്റെ പിന്നാലെയുള്ള അന്വേഷണത്തിനാണ് നമ്മുടെ സച്ചി അവർ വർത്തിയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ തന്നെ നമ്മുടെ സച്ചി നമ്മുടെ ശ്രുതിയെ കണ്ടിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, മാഡത്തിന്റെ കാറ്ററിംഗ് സർവീസിൽ ഒരു പാർട്ണറായ കൊള്ളാമെന്നുണ്ടെന്ന് നമ്മുടെ ശ്രുതിയോട് പറയുകയാണ്. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, ഞാനതാ ചേച്ചിയോട് പറഞ്ഞേക്കാം, നിങ്ങൾ നേരെ ചെന്നോ, എന്നിട്ട് എന്താന്ന് വെച്ചാൽ അയക്കോ, പേപ്പർ വർക്കൊക്കെ നടത്തിക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, ഒരു കോൺട്രാക്റ്റിൽ മാഡവും കൂടി സൈൻ ചെയ്യണ്ടേ എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതി ആകെപ്പാട് ഇങ്ങനെ വിറകൊള്ളു കേട്ടോ. ഓ, എവിടെ നോക്കിയാലും ഈ കോൺട്രാക്ട്, ഇതിക്ക് മുമ്പ് ഒരാൾ കോൺട്രാക്റ്റിൽ എന്നെ കൂടി സൈൻ ചെയ്യിച്ചതാണെന്ന് ഇങ്ങനെ അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ സച്ചി ഇങ്ങനെ പറയുന്നുണ്ട്, മാഡത്തിന് ആരോ കോൺട്രാക്റ്റിൽ ഒപ്പിടിപ്പിച്ചിട്ട് ചതിച്ചു എന്ന് തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ശ്രുതി ഒന്ന് പരിങ്ങിയിട്ട് പിന്നെ ഒന്നും മിണ്ടുന്നില്ലേ. അപ്പൊ എന്നിട്ട് ഈ കാര്യങ്ങൾ നമ്മുടെ സച്ചി നമ്മുടെ എൻകെനോടും പ്രീതിനോടും പറയുന്നുണ്ട്. എന്തായാലും ആ കുട്ടിക്ക് ഒട്ടും ഇഷ്ടപ്പെടാതെയാണ് ആ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും അതിന്റെ സത്യാവസ്ഥ അറിയാൻ അശ്വിന്റെ അടുത്ത് ചോദിച്ചേ പറ്റൂ, ഞാനത് അശ്വിനോട് നേരിട്ട് ചോദിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് പറയുന്നുണ്ട്, ഓ, നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ പുള്ളിയൊന്നും അല്ലാട്ടോ അശ്വിൻ സാർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, എനിക്ക് ആരെയും പേടിയൊന്നുമില്ല, ഞാൻ ചോദിക്കാനുള്ള മുഖത്ത് ചോദിക്കും എന്നും പറഞ്ഞിട്ട് നമ്മുടെ അശ്വിന്റെ വണ്ടിക്ക് വട്ടം നമ്മുടെ സച്ചിയുടെ വണ്ടി നിർത്തിയിട്ട് അശ്വിനോട് ഇങ്ങനെ ചോദിക്കാൻ പോകുന്ന രംഗങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും കാത്തിരുന്നതന്നെ കാണാം. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.